എത്രയെത്ര ആളുകളാണ് നമ്മുടെ നാട്ടിൽ സമ്പന്നതയുടെ മടിത്തട്ടിൽ വിരാജിക്കുന്നവരാണ്, ആരോഗ്യപരമായ കഴിവുള്ളവരല്ലേ. സൗദിയിൽ ജോലി ചെയ്തിട്ടുള്ള എത്രയോ ആളുകൾ പോലും പരിശുദ്ധമായ മക്കയിലേക്ക് എത്തിപ്പെടാൻ അവസരം കിട്ടാത്ത എത്രയോ പാപങ്ങൾ നമുക്കിടയിലുണ്ട്. ലോകത്തിന്റെ നാനാഭാഗങ്ങൾ ജോലി ചെയ്യുന്ന വിശ്വാസികളല്ലേ. അമേരിക്ക അടക്കം ഖത്തറിലും യുഎഇയിലും ബഹ്റൈനിലും ഒമാനിലും സൗദിയിലും എന്ന് വേണ്ട മലേഷ്യയുടെ വിവിധ ഭാഗങ്ങളിലുമൊക്കെ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തേ, എന്തേ നിനക്ക് പരിശുദ്ധമായ മക്കയിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തത്? എന്തേ കാബ കാണാൻ പറ്റാത്തത്? ലോകത്താദ്യമായി അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടതാകുന്ന പള്ളി നേർക്ക് നേരെ നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത് എന്താ? അള്ളാഹുവിന്റെ ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുകയാണ്, ഇബ്ലീസ് തടഞ്ഞിരിക്കുകയാണ്. നിനക്ക് ഭാഗ്യമില്ല. ആ കാബ ആദ്യമായി കാണുമ്പോൾ എന്ത് ചോദിച്ചാലും അള്ളാഹു ഉത്തരം നൽകുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ കാബയുടെ കില്ല പിടിച്ചുകൊണ്ട് ദുആ ചെയ്യാൻ, ആ കാബയുടെ വാതിൽപ്പടിയിൽ പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞൊന്ന് ദുആ ചെയ്യാൻ, കാബയുടെ പരിസരത്തുള്ള ഹജറുൽ അസ്വദ് ചുണ്ടുകൊണ്ടൊന്ന് ചുംബിക്കാൻ, പരിശുദ്ധമാക്കപ്പെട്ട റുക്നുൽ യമാനി ഒന്ന് തൊട്ടുമുത്താൻ, കാബ നേർക്ക് നേരെ കണ്ടുകൊണ്ട് തവാഫ് ചെയ്യാൻ, പരിശുദ്ധമാക്കപ്പെട്ട മഖാം ഇബ്രാഹിം ദർശിക്കാൻ, അതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കാൻ, പുണ്യമാക്കപ്പെട്ട കാബയുടെ പരിസരത്തുള്ള കാബയുടെ വാതിലും അതിൻ്റെതാകുന്ന ഹജറുൽ അസ്വദിന്റെയും ഇടയിലുള്ളതായ മുൽത്തസമിലേക്ക് നെഞ്ചകം ചേർത്ത് വെച്ചുകൊണ്ട് ദുആ ചെയ്യാൻ, ഹിജ്ർ ഇസ്മായിൽ അകത്തലങ്ങളിൽ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പാപം പൊറപ്പിച്ചെടുക്കാൻ, സ്വർണ്ണപ്പാത്തിയുടെ താഴ്ഭാഗത്ത് വെച്ചുകൊണ്ട് സുറാത്ത് പാലത്തിലൂടെ മിന്നൽ വേഗത്തിൽ കടക്കാൻ, നരകത്തെ തൊട്ട് കാവൽ തേടാൻ ഭാഗ്യമില്ല. പെങ്ങളെ, നിനക്കതിനുള്ള ഭാഗ്യമില്ല. എന്തുകൊണ്ടാണ് സഫ കാണാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് മർവ ദർശിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് ഇരു കുന്നുകൾക്കിടയിൽ സഅയ് ചെയ്യാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് മിനയിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് അറഫയിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തത്? അഫ്ളൽ ദുആഇ ദുആഉ അറഫ. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന അറഫ മൈതാനിൽ നിന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നാഥനായ റബ്ബിലേക്ക് ദുആ ചെയ്യലാണ് എന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതായ പ്രാർത്ഥനയില്ലേ? ആ പ്രാർത്ഥനയ്ക്ക് എന്തേ എനിക്കും നിങ്ങൾക്കും അല്ലാഹു അവസരം നൽകാത്തത്? പിശാചിന്റെ തടയലാണ്. മുമ്പിലൂടെ, പിറകിലൂടെ, വലത്തിലൂടെ, ഇടത്തിലൂടെ, നിന്റെ എല്ലാ ഭാഗത്തിലൂടെ കടന്നു വന്നുകൊണ്ട് പിശാച് തടയിട്ടിരിക്കുകയാ. പ്രിയപ്പെട്ട വാപ്പാ, ഉമ്മ, നിനക്ക് ഭാഗ്യമില്ല. മെനയിൽ രാപാർക്കണ്ടേ, മുസ്ദലിഫയിലൊന്ന് രാപാർക്കണ്ടേ, അവിടുന്ന് കല്ലെടുത്തുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ജംറകളിൽ പോയി എറിയാനുള്ള അവസരം നിനക്ക് കിട്ടണ്ടേ? നിനക്ക് ഒരു നന്മയ്ക്കുമുള്ള അവസരമില്ല. കാരണം പിശാച് ശപഥം ചെയ്തിരിക്കുകയാണ്, അല്ലാഹുവേ, സിറാത്തുൽ മുസ്തഖീമിനെ തൊട്ട് ഞാൻ തടയും അതിൽ നമ്മൾ പെട്ടുപോയി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് അടുത്ത വർഷമെങ്കിലും നിയ്യത്തിയൻ ഇൻഷാ അല്ലാഹ് നമുക്കവിടെ എത്തിപ്പെടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ഇൻഷാ അല്ലാഹ് പറയിൻ, ഉറക്കെ പറയിൻ. അല്ലാഹു നമ്മളെവിടെ എത്തിക്കട്ടെ. ആ നീയത്തോടുകൂടി പറയും. നമ്മളവർക്ക് ഇപ്പോൾ പൈസയൊന്നും തരുന്നത് അക്കെ അങ്ങ് എത്തും. അല്ലാഹു അതിനൊക്കെ തൗഫീഖ് തരും. നീയത്ത് നല്ലതെങ്കിലെന്തും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ. നീയത്ത് വെക്കണം. നീ നീയത്തൊന്നുമില്ല മനസ്സിൽ. ഇപ്പോഴും ഉസ്താദ് പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് എന്ന് പറയുമ്പോൾ മനസ്സിൽ ഇപ്പോഴൊന്നും പോകണ്ട. എന്നെ കരുതിയ ഹലാക്കായി. അല്ലാഹു നമ്മളക്കാക്കട്ടെ. എന്നാൽ ശൈത്താൻ അപ്പുറത്തും വലത്തും ഇടത്തൊന്നും അല്ല, നിന്നിൽ തന്നെ ശൈത്താനാണ്. വലത്തൊന്നും തടയണ്ട, നീ തന്നെയാണ് ശൈത്താൻ, കൊടിയ ശൈത്താൻ. കാരണം നീയത്തിപ്പോഴേ ഇല്ല. എത്ര പറഞ്ഞിട്ടും മനസ്സിലൊരു ചാഞ്ചാട്ടമില്ല, പോകണമെന്നൊരു താല്പര്യമില്ല, പോയി. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്,
മൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമി വലദതുഹു ഉമ്മുഹു. കുറ്റമറ്റ രീതിക്ക് ആരെങ്കിലും ഹജ്ജ് ചെയ്താൽ ഒരു ഉമ്മ പ്രസവിച്ചിട്ട കുഞ്ഞിനെ പോലെ പാപസുരക്ഷിതത്വമാണ്, എല്ലാ പാപങ്ങളും പൊറുക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. പാപം പൊറുപ്പിച്ചെടുക്കാൻ ഹജ്ജ്. അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. മബ്റൂറായ ഹജ്ജ് അഥവാ കുറ്റമറ്റ രീതിക്ക് ആരൊരുവൻ ഹജ്ജ് ചെയ്തോ, ആരെയും കാണിക്കാനല്ല, ആരുടെയും വർത്തമാനത്തിനല്ല, റബ്ബിന്റെ വജ്ഹിന് വേണ്ടി വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. അല്ലാഹുവിന്റെ വജ്ഹ് മാത്രം, അവന്റെ പ്രീതി മാത്രം കാംക്ഷിക്കുവാൻ പവിത്രമായ ഹജ്ജ് നിയ്യത്ത് വെച്ചവരെ, നിന്റെ ഹജ്ജിനുള്ള പ്രതിഫലം ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. സ്വർഗമാണ്, സ്വർഗമാണ്. സ്വർഗം അല്ലാഹു തരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്തോ ക്ലേശം സാരമില്ല നിന്നിലേ. ജനമൊക്കെയും തൃണവൽഗണിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ട, തിബർ തന്നെ പിന്നെയും. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്തു ക്ലേശം സാരമില്ല നിന്നിലേ. സ്വർഗം കിട്ടുമെന്ന് ഉറപ്പായാൽ പിന്നെ ഈ ദുനിയാവൊന്നും ഒരു പ്രശ്നമല്ലടോ. ഇവിടെ എന്തും സഹിക്കാം. സ്വർഗം ഉറപ്പായാൽ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് ഏറ്റവും വലുത്, ഏറ്റവും വലിയ വിജയം അതാണ്. മക്കൾക്ക് 10ാം ക്ലാസ്സിലും +1ലും +2ലും ഒക്കെ ഫുൾ A+ കിട്ടി. ഇതൊക്കെ ദുന്യാവിൻ്റെ കാലികമാകുന്നൊരു വിജയം, കാലാകാലത്തേക്കുള്ളതല്ല, തൽക്കാലത്തേക്കുള്ള വിജയമാണ്. യഥാർത്ഥ വിജയത ദുന്യാവിൽ നരകത്തെ തൊട്ട് വിദൂരമാക്കപ്പെടുകയും സ്വർഗത്തിൽ കടക്കാനുള്ള അവസരം കിട്ടുകയും ചെയ്തിട്ടുള്ള മനുഷ്യൻ, അതിനുള്ള പ്രവർത്തനം ഈ ദുന്യാവിലെടുത്തവൻ, അവനാണ് യഥാർത്ഥ വിജയി. അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അവനാണ് യഥാർത്ഥ വിജയി. ആ കൂട്ടത്തിൽ ഉൾപ്പെടണം. ഖുർആൻ, ഖുർആൻ വേറൊന്നുമില്ല. ഖുർആൻ ഹദീസ് അല്ലാതെ വേറൊന്നും ഓതുന്നില്ല. ശരിക്കും ശ്രദ്ധിക്കുക. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ് ആരാണ് യഥാർത്ഥ വിജയി എന്ന് അറിയണേ പ്രിയപ്പെട്ട മുസ്ലിമേ. SSLCക്കും +2നും ഒക്കെ പരിപൂർണമായ A+ വാങ്ങിച്ച് നാട് നീളെ ഫോട്ടോ പ്രദർശിപ്പിച്ച് ഫ്ലക്സ് അടിച്ച് വെക്കൽ കൊണ്ട് നീ വിജയാണെന്ന് കരുതരുതേ. അത് താൽക്കാലികമായ വിജയമാണ്. ഫമൻ സുഹ്സിയ അനിന്നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. കത്തിജ്വലിക്കുന്ന നരകത്തെ തൊട്ട് വിദൂരമാക്കപ്പെടുകയും സ്വർഗത്തിലെത്താനുള്ള കവാടങ്ങൾ ആർക്കുമേൽ അല്ലാഹു തുറന്നു നൽകുകയും ചെയ്തിട്ടുണ്ടോ? ഫഖദ് ഫാസ, അവരാണ് വിജയിച്ചവന് എന്ന് വിശുദ്ധമായ ഖുർആൻ. അവനാണ് യഥാർത്ഥ വിജയി. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അതിന് വിജയിക്കണമെങ്കിൽ എന്ത് വേണം? ഇപ്പോഴുള്ള ഈ നല്ല സമയങ്ങൾ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ദുൽഹിജ്ജ 9 അന്ന് നമ്മളെല്ലാവരും സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കണം. ദുൽഹിജ്ജ 1 മുതൽക്ക് 9 വരെ സുന്നത്ത് നോമ്പുണ്ട്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുടങ്ങിയിട്ടില്ല. എല്ലാ വർഷവും നബി തങ്ങൾ പിടിച്ചിരുന്നു. എന്ത് 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 ദുൽഹിജ്ജ 1 മുതൽക്ക് 9 വരെയുള്ള സുന്നത്ത് നോമ്പ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു 9 ദുൽഹിജ്ജ, പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 9 ദിവസം നബി തങ്ങൾ നോമ്പ് നോറ്റിരുന്നു. സ്വഹീഹായ ഹദീസാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുടങ്ങിയിട്ടില്ല. അതുപോലെ തിങ്കളാഴ്ച ദിവസം നബി തങ്ങൾ നോമ്പ് നോക്കും. എല്ലാ മാസത്തിൻ്റെയും ആദ്യത്തെ തിങ്കൾ, അതുപോലെ വ്യാഴം മുടക്കൂല.
എല്ലാ മാസവും 3 ദിവസം നബി തങ്ങൾ നോമ്പ് നോൽക്കും. അയ്യാമുൽ ബീദ്, അറബി മാസം 13, 14, 15 കഴിയുമെങ്കിൽ പറ്റണം. ദുൽഹിജ്ജ മാസത്തിൽ നമുക്ക് 13-ന് പറ്റൂല. കാരണം എന്താണ്? അയ്യാമു തശ്രീഖിൻ്റെ ദിവസമാണ്, നോമ്പ് പിടിക്കൽ ഹറാമാണ്. വർഷത്തിൽ നോമ്പ് പിടിക്കൽ ഹറാമായ ദിവസമുണ്ട്. അതിൽപ്പെട്ടതാണിത് 2 പെരുന്നാൾ, ചെറിയ പെരുന്നാൾ, ബലിപെരുന്നാൾ. ബലിപെരുന്നാളിനോട് അടുത്തുള്ള 3 ദിവസം 11, 12, 13 ശരിക്കും ശ്രദ്ധിക്കണേ. അയ്യാമുൽ ബീദിൽ ഏത് പെടുന്നതാണ്? 13 പെടുന്നതാണ്. എല്ലാ അറബി മാസവും 13, 14, 15 സുന്നത്തുണ്ട്. എന്തിൽ സുന്നത്തില്ല? ദുൽഹിജ്ജ മാസത്തിൽ സുന്നത്തില്ല. കാരണം എന്തുകൊണ്ട്? അത് അയ്യാമു തശ്രീഖിൻ്റെ ദിവസത്തിൽ വന്നതുകൊണ്ട്. അപ്പോൾ അവിടെ നിൽക്കട്ടെ, ഒന്നുകൂടെ തിരിച്ചു വരാം. ദുൽഹിജ്ജയുടെ 1 മുതൽക്ക് 9 വരെ 8, 9 ശക്തിമത്തായ സുന്നത്താണ്. 9 എന്തായാലും ശക്തിമത്താണ്. 8 കൂടി ഷാഫി മദ്ഹബിൽ സുന്നത്തുണ്ട്. എന്തുകൊണ്ട്? അറഫ ദിവസം നമ്മൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇപ്പം ഈ വർഷത്തെ അറഫ അവിടെ 1 ദിവസം നേരത്തെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ദിവസം കൂടി കണക്കാക്കണം. നമ്മുടെ ഇംഗ്ലീഷ് മാസം കലണ്ടർ പ്രകാരം നമുക്കെന്നാ പെരുന്നാൾ? 17 അല്ലേ? 17 തിങ്കളാഴ്ചയാണ്. 16-ാം തീയതിയാണ് നമുക്ക് ദുൽഹിജ്ജ 9 അറഫ നോമ്പ്. അറഫ സംഗമം എന്നാണ്? അതിൻ്റെ തലേന്നാണ്. ചിലരിങ്ങനെ സംശയം ചോദിക്കാറുണ്ട്, അറഫ സംഗമത്തിന് അന്ന് തന്നെയല്ലേ നമ്മൾ നോമ്പ് പിടിക്കേണ്ടതെന്ന്. അങ്ങനെയില്ല. അങ്ങനെയാണെങ്കിൽ അറഫ സംഗമത്തിൻ്റെ അതേ സമയത്ത് അമേരിക്കക്കാർക്ക് ആ സമയത്ത് നോമ്പ് പിടിക്കാൻ പറ്റുമോ? സമയ വ്യത്യാസമുണ്ട്. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ബാങ്കും ഇഖാമത്തും നോമ്പുമൊക്കെ ഒരേ സമയത്താവണം, ഒരേ സമയത്ത് പെരുന്നാൾ അനുഷ്ഠിക്കണം എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാമിൽ എവിടെയും ഇല്ല. അങ്ങനെ ആരും ശാഠ്യം പിടിക്കരുത്. അങ്ങനെ പറയുന്ന ചില ബിദഅത്തിൻ്റെ ആളുകളുണ്ട്. അവർക്കുള്ള മറുപടിയാണ് ഈ പറയുന്നത്. ഒരേ സമയത്ത് നിസ്കരിക്കണം, ഒരേ സമയത്ത് എല്ലാവരും നോമ്പ് നോൽക്കണം, ഒരേ സമയത്ത് പെരുന്നാൾ ആഘോഷിക്കണം, ഒരേ സമയത്ത് തന്നെ ഇഖാമത്ത് കൊടുക്കണം. അത് പരിശുദ്ധ ഇസ്ലാമിൽ എവിടെയും ഇല്ല. അങ്ങനെയെങ്കിൽ നമ്മൾ നോമ്പ് പിടിക്കുന്ന ആ സമയത്ത് മറ്റു അമേരിക്കക്കാരടക്കമുള്ള പല രാജ്യങ്ങൾക്കും വേറെ സമയമാണ്. അറഫ മൈതാനിയിൽ സൗദിയിലുള്ള ആളുകൾ അറഫയിൽ നിൽക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് വേറെ ടൈം ടേബിളാണ്. അപ്പോൾ അതാത് നാട്ടിൽ പിറ കണ്ടതനുസരിച്ച്, കാളിമാർ വിധിക്കുന്നതനുസരിച്ച് നമ്മൾ നോമ്പ് നോൽക്കുന്നു, നോമ്പ് തുറക്കുന്നു. അതാണ് പരിശുദ്ധ ഇസ്ലാം. അപ്പോൾ അതിന് പ്രകാരം നമുക്കൊരു ദിവസം വൈകിട്ടാണുള്ളത്. ലക്ഷദ്വീപുകാർക്ക് 1 ദിവസം കൂടി കഴിഞ്ഞിട്ടാണ്. ഏതുമായിക്കോട്ടെ, നമ്മൾ നമുക്ക് ബലന്നിട്ടുള്ള ദുൽഹിജ്ജ 9-ൻ്റെ അന്ന് നോമ്പ് പിടിക്കണം. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. അഥവാ ഞായറാഴ്ച ദിവസം. ഷാഫി മദ്ഹബിൻ്റെ ഉലമാക്കൾ പറഞ്ഞു 8 കൂടി നിങ്ങൾ ശക്തിമത്തായി പിടിക്കൻ. കാരണം ആ ദിവസത്തിൻ്റെ മഹത്വം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ. അതുകൊണ്ട് ശനിയും ഞായറും ഇൻഷാ അല്ലാഹ് എല്ലാവരും നോമ്പ് നോൽക്കാൻ വേണ്ടി നിയ്യത്ത് ചെയ്യണം. അഥവാ 15ഉം 16ഉം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 15ഉം 16 എന്ന് പറഞ്ഞാൽ ഏതാ? അറബിയല്ല, ഇംഗ്ലീഷാണ് പറഞ്ഞത്. ജൂൺ 15, 16 ശനി ഞായറാണ്. നല്ല റാഹത്താണ്. സ്കൂൾ അവധിയൊക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. മഴ ഇതുപോലെ പെയ്താൽ വൈകിട്ട് നല്ലപോലെ മന്തി കഴിക്കാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കുമാറാവട്ടെ. അവിടെ ശ്രദ്ധിച്ചോ. അപ്പോൾ 1 മുതൽക്ക് അങ്ങനെ സഹോദരിമാരും പുരുഷന്മാരും പലരും പിടിക്കുന്നവരുമുണ്ട്. സ്ത്രീകൾക്കൊക്കെ റമദാനുള്ള നോമ്പ് ഖളാ വീട്ടാനുള്ളതൊക്കെ പിടിച്ച് വീട്ടിൻ ഒക്കെ പറ്റുന്ന സമയമാണ്. റമദാനിലെ നോമ്പ് നിയ്യത്ത് വെക്കുമ്പോൾ രാത്രിയിൽ തന്നെ നിയ്യത്ത് വെക്കണം. ശരിക്കും ശ്രദ്ധിക്കണം. അങ്ങനെയാണ് നിയ്യത്ത്. ഫർളായ നോമ്പ് പിടിച്ച് വീട്ടുമ്പോൾ നിയ്യത്ത് എപ്പോൾ വേണം? സുബഹിക്ക് മുമ്പ് വേണം. മസലയാണ് ഈ പറയുന്നത്. അപ്പം നോമ്പ് ഖളാ വീട്ടുമ്പോഴും അങ്ങനെ തന്നെ സുബഹിക്ക് മുമ്പ് തന്നെ നിയ്യത്ത് ചെയ്യണം. സാധാരണ സുന്നത്ത് നോമ്പിന് എന്ത് മതി? ഉച്ചയ്ക്ക് മുമ്പ് നിയ്യത്ത് വെച്ചാൽ മതി. നോമ്പ് പറയുന്ന കാര്യങ്ങളെ തൊട്ടൊക്കെ മുറിഞ്ഞ് റാഹത്തായി നിൽക്കുന്നവനാണെങ്കിൽ രാവിലെ ഒരു 10 മണിക്ക് എഴുന്നേറ്റു, നിയ്യത്ത് വെച്ചാൽ മതി, പ്രശ്നമില്ല. അങ്ങനെ പറ്റുന്നതാണ്. സുന്നത്ത് തലേന്ന് തന്നെ വെക്കലാണ്. ഒരാൾ അങ്ങനെ തന്നെ വെച്ചു, തെറ്റില്ല, അവന് നോമ്പ് സാധൂകരിക്കുന്നതാണ്. പക്ഷെ ഫർളായ നോമ്പ് കൂടി ഖളാ വീട്ടാനുണ്ടെങ്കിൽ എങ്ങനെ നിയ്യത്ത് വെക്കണം? സുബഹിക്ക് മുമ്പ് തന്നെ നിയ്യത്ത് വെക്കണം. അപ്പോൾ റമദാനിലെ നോമ്പ് ഖളാ വീട്ടാനുള്ളതിനോടൊപ്പം ദുൽഹിജ്ജയുടെ ഇന്ന ദിവസത്തെ സുന്നത്ത് നോമ്പിനെ പിടിച്ചു വിട്ടാൻ ഞാൻ കരുതി. അപ്പോൾ 1 വെടിക്ക് 2 പക്ഷി, 2 നിയ്യത്ത് കൂടി സാധ്യമായി. രാത്രിയിൽ തന്നെ വെക്കണം. ഫർളുണ്ടെങ്കിൽ, നേർച്ചയുള്ള നോമ്പുണ്ടെങ്കിലും അങ്ങനെ തന്നെ, കഫാറത്തിൻ്റെ പ്രായശ്ചിത്തമാകുന്ന നോമ്പൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ തന്നെ. കാരണം അതൊക്കെ നിർബന്ധമായ നോമ്പാണ്. അതിനൊക്കെ തലേന്ന് തന്നെ നിയ്യത്ത് വെക്കണം. അതൊരു മസല പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ വന്ന് അറഫ ദിവസം അൽഹംദുലില്ലാഹ് ശരിക്കും ദുആ ചെയ്യണം. ശനിയും ഞായറും നല്ലതുപോലെ ഇബാദത്തെടുക്കൻ, ശരിക്കും ദിക്ർ ഔറാദുമായി കഴിയൻ, നല്ലതുപോലെ ദുആരക്കനും, ഖുർആൻ നല്ലതുപോലെ ഓതൻ, ഖത്മ് പ്രിയപ്പെട്ട സഹോദരിമാർ തീർക്കാൻ പരിശ്രമിക്കൻ. സമയം കണ്ടെത്തിന് 1 ദിവസം 5 ജുസ് ഒക്കെ വെച്ച് ഓതാൻ കഴിയുന്ന ധാരാളം സഹോദരിമാരുണ്ട്.
ഇൻഷാ അല്ലാഹ് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഖത്മ് തീരും. 6 ദിവസം ശരിക്ക് പിടിച്ചാൽ 6 ദിവസം മതി ഒരു ഖത്മ് തീരാൻ. നല്ലതുപോലെ ഓതാൻ പറ്റുന്നവർ, നമ്മുടെ മക്കളൊക്കെ ഖുർആൻ ഓതാൻ അറിയുന്നവരാണ്. സമയം അതിനുവേണ്ടി മാറ്റിവെക്കിൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇശാ മഗ്‌രിബിനിടയിലുള്ള സമയം, സുബൈക്ക് ശേഷമുള്ള സമയം, അങ്ങനെ ഒരു 2 മണിക്കൂർ ദിവനേന മാറ്റിവെച്ചാൽ സുഗമമായിട്ട് റാഹത്തായ നിലയിൽ ഒരു 5 ജുസ് തീർക്കാൻ പറ്റും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ എല്ലാ ദിവസവും നാളെ മുതൽ അങ്ങനെ ചെയ്താൽ തന്നെ 9-ൻ്റെ അന്നാവുമ്പോൾ ഒരു ഖത്മ് റാഹത്തായിട്ട് പൂർത്തീകരിക്കാം. ദുആ ചെയ്യാൻ മാത്രമല്ല, നബിതങ്ങളുടെ സ്വഹാബത്തിനോട് നബിതങ്ങൾ പറഞ്ഞു, എന്താണ് ദിവസം നിങ്ങൾ ചെയ്യേണ്ട, കൂടുതൽ ചെയ്യേണ്ട ദിക്ർ ഏതാണ്? ഫഅക്ഫിറു ഫീഹിന്ന തഹ്ലീല വത്തക്ബീറ വത്തസ്ബീഹ ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ ദിക്റാണ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ ഏറ്റവും അധികരിപ്പിക്കൽ സുന്നത്തുള്ളത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. കാരണം നബിതങ്ങൾ ഹദീസ് നബിതങ്ങൾ പറഞ്ഞതാണ്, നസ്സായ വാക്കാണ്. എന്താ വേണ്ടത്? ചൊല്ലിക്കെല്ലാവരും നമുക്കറിയാവുന്നതാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അതൊരു 1000 പ്രാവശ്യമെങ്കിലും ചുരുങ്ങിയത് ചൊല്ലിത്തീർക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സമയം പോലെ ഇല്ല, ഒരു ദിവസം ഒരു 100, 150, 200 ഒക്കെ ചൊല്ലുക. 1000 ഉണ്ടെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ചൊല്ലി തീർക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അക്സിറു എന്നാണ് പറഞ്ഞത്, അധികരിപ്പിക്കാന്നാണ്, എണ്ണം വെക്കാനല്ല. എത്ര ചെല്ലിയാലും ഖൈറാൻ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ഈ ആഴ്ചയിൽ ചെല്ലേണ്ട ദിക്റാൻ. ശരിക്കും ശ്രദ്ധിക്കണേ. അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ എന്നാണ്. ഏറ്റവും നല്ല അറിവ് അവസരത്തിനൊത്തു കൊടുക്കുന്ന അറിവാണ്. അതിനാണ് ഇപ്പോൾ ഇത് പറഞ്ഞു തരുന്നത്. ശരിക്കും ശ്രദ്ധിച്ചോ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അറഫാ ദിവസം ശരിക്കും ദുആയിരുന്നു, പൊട്ടിക്കരഞ്ഞു. അന്നത്തെ ദുആ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദുആ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാ റുഇയ ശൈത്വാനു അസ്ഗറ വലാ അഹ്ഖറ വലാ അഹ്ദറ മിൻ യൗമി അറഫ. അറഫാ ദിവസം പോലെ പിശാചിന് ഏറ്റവും കരച്ചിലുള്ളതാകുന്ന ദിവസം മറ്റൊന്നുമില്ല. അവൻ ഏറ്റവും നിന്യനായി നിസാരനായി കാണപ്പെടുന്ന ദിവസമാണ് അറഫയുടെ ദിവസമെന്ന് നബിയുനാ റസൂലുള്ളാഹി. കാരണം ലോകത്തുള്ള സർവ്വവിശ്വാസികളും അള്ളാഹുവിലേക്ക്, നാഥനായ റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലകൊള്ളുന്ന സമയമാണ്. എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുന്ന ദിവസമാണ്. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅതിഖ അല്ലാഹു അബ്ദഹു മിനന്നാർ. പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന അറഫാ ദിവസത്തിൽ നോമ്പ് നോറ്റുകൊണ്ട് പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ലോകത്തുള്ള വിശ്വാസിനികൾ അറഫയിൽ നിൽക്കുന്നവരോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് ദുആ ചെയ്യുമ്പോൾ അള്ളാഹു നരകത്തിൽ നിന്ന് കൂടുതൽ ആളുകളെ മോചിപ്പിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസം കൂടിയാണ് അറഫയുടെ ദിവസമെന്നും നബിയുനാ റസൂലുള്ളാഹി. എല്ലാ പാപമോചനം തേടുന്നവനും അള്ളാഹു പുറത്തു കൊടുക്കും. ഹദീസുണ്ട് ഡസൻ കണക്കിന്, ഇനിയിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. എല്ലാ പാപമോചനം തേടുന്നവനും അള്ളാഹു ഒന്ന് പുറത്തു കൊടുക്കും. അപ്പൊ ശരിക്ക് ഇസ്തിഗ്ഫാർ ചെല്ലേണ്ട സമയവും സന്ദർഭമാണത്. അസ്തഗ്ഫിറുല്ലാഹൽ അദീം അധികരിപ്പിച്ച് ശരിക്ക് ദുആ. അങ്ങനെ വേണം നമ്മുടെ ദുൽഹിജ്ജ 9. പിന്നെ പെരുന്നാളിൻ്റെ രാവിലേക്ക് കിടക്കുകയാണ്. അമ്മാരവിടെ റാത്തീബ് പോകുന്നു തോന്നുന്നു. കുത്തുബ് റാത്തീബാണോ? റാത്തീബാന്ന് തോന്നുന്നു. ആണോ? ബോക്സിൻ്റെ ശബ്ദം കാരണം അവന്മാർ ഉയർത്തുന്ന ശബ്ദത്തിൻ്റെ അറിയുന്നില്ല. അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. നാളെ ഇവർക്കെല്ലാവർക്കും ഫ്രണ്ട് കസേര കൊടുക്കണം. അപ്പം പിന്നെ കുഴപ്പമില്ല. ദൂരെ ഉണ്ടല്ലോ ഇവന്മാർ രണ്ടുപേരും നല്ല അടിപൊളി മക്കൾ. പേരെന്താ നിങ്ങളുടെ പേരെന്ന് പറഞ്ഞത്? നാഫി മിനാര നാദിം ഉണ്ടോ? മാഷാ അല്ലാഹ്. അള്ളാഹു കബൂലാക്കട്ടെ. അനങ്ങുന്നില്ല, അവിടെ ഫ്രണ്ട് ഇരുന്ന് അങ്ങനെ ഇരുന്ന് കേൾക്കുകയാണ്. അതുപോലെ വന്നിരിക്കണം ബാക്കിയുള്ളവർ നാളെ. അപ്പോൾ ഇതുപോലെ പേര് പറയും. സുബൈർ മാസ്റ്റർ തോട്ടിക്കൽ കഥാപ്രസംഗം. നാളെ ഇവന്മാരൊക്കെ ഫ്രണ്ടി വരും, കാരണം കഥാപ്രസംഗം. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കണം, നല്ലതുപോലെ ശ്രദ്ധിക്ക്.
അപ്പൊ ഏറ്റവും നല്ല ദിവസമാണത് അറഫാ ദിവസം. ശരിക്ക് ദ്വാരക്ക, കരഞ്ഞു ദ്വാരക്ക, എല്ലാ പാപങ്ങളും പൊറുക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ധാരാളം ഉണ്ട്, ഒക്കെ അള്ളാഹുലേക്ക് ഏറ്റുപറഞ്ഞ് ദ്വാ ചെയ്യുക. പെരുന്നാളിൻ്റെ രാവ് ഏറ്റവും ഇജാബത്തുള്ളതാണ്. 5 രാവുകൾ ഏറ്റവും ഇജാബത്താണ് എന്ന് ഇമാമിന് ശാഫിഈ റളിയല്ലാഹു അൻഹു, നമ്മുടെ മദ്ഹബിൻ്റെ ഇമാം. അതിൽപ്പെട്ടതാണ് ഏതൊക്കെ രാവ്? 2 പെരുന്നാൾ രാവ് ദ്വാന് ഇജാബത്തുള്ളതാണ്. വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും. നമ്മൾ പോത്ത് എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ച് ദുനിയാവ് മുഴുവൻ തെണ്ടി നടക്കുന്ന രാവ്. ഇന്നത്തെ രാത്രി ദുആ ചെയ്താൽ ഇജാബത്താണ്. എന്ത് ചോദിച്ചാലും ഹൈറായത് ചോദിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഐരാഞ്ചിയൊക്കെ ഇട്ട് നേരം വെളുപ്പിച്ച് ദുആ ചെയ്യാൻ മറന്നുപോയി. അന്നത്തെ രാത്രി, പെരുന്നാളിൻ്റെ രാത്രിയിൽ ശരിക്ക് ദ്വാരക്കണം എന്ന് പറഞ്ഞാൽ തലേന്ന്, പിറ്റേ ദിവസം പെരുന്നാൾ, അതിൻ്റെ തലേന്ന്, അതാണല്ലോ പെരുന്നാളിൻ്റെ രാവ്. അന്ന് ശരിക്ക് ദ്വാരക്ക. പെരുന്നാൾ നിസ്കാരം എല്ലാവരും, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ശക്തിമത്തായ സുന്നത്താണ്. സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും ശക്തിമത്തായ സുന്നത്താണ് പെരുന്നാൾ നിസ്കാരം. അതിൽ തന്നെ ഏറ്റവും ശക്തിമത്താണ് ബലി പെരുന്നാളിൻ്റെ സുന്നത്ത് നിസ്കാരം. അതുകൊണ്ട് നഷ്ടപ്പെടുത്തി കളയരുത്. സ്ത്രീകളും ശ്രദ്ധിച്ചോ, എല്ലാവരും നിസ്കരിക്കണം. 2 റക്അത്ത് സാധാരണ രീതിയിൽ തന്നെ ബലി പെരുന്നാളിൻ്റെ സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് നിയ്യത്ത് വെച്ച് നിസ്കരിച്ചാൽ തന്നെ നിസ്കാരം വേടി. അങ്ങനെ നിസ്കരിച്ചാൽ തന്നെ നിസ്കാരം സ്വഹിയാവും. അതിൻ്റെ പൂർണ്ണതയാണ് ആദ്യത്തെ റക്അത്തിൽ 7 തക്ബീറും രണ്ടാമത്തെ റക്അത്തിൽ 5 തക്ബീറും. അതിനിടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന നേരത്തെ പറഞ്ഞ ദിക്ർ, അത് 1 മുതൽക്ക് നമ്മൾ ചൊല്ലി പഠിച്ചിരിക്കാൻ, ഇപ്പോൾ ചൊല്ലിക്കൊണ്ടിരിക്കാൻ. അത് ഓരോ പ്രാവശ്യം ഉരുവട്ട് 7ാമത്തെ തക്ബീറിന് ശേഷം ആദ്യത്തേലും 5ാമത്തെ തക്ബീറിന് ശേഷം രണ്ടാമത്തേലും ഫാത്തിഹയും സൂറത്തും ഓതി നിസ്കാരം പൂർത്തീകരിക്കുക. ഞാനിത് പറഞ്ഞെന്തിനാ? നിസ്കാരം ലഘുവായിട്ടൊന്നിങ്ങനെ പറഞ്ഞു കൊടുത്താൽ സ്ത്രീകൾ ആരെങ്കിലും ഒരാൾ ചെയ്താൽ അത്രയും ഹൈറാൻ. അതിനു വേണ്ടിയിട്ടാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സ്ത്രീകൾക്ക് ഖുത്ബ ഒന്നും വേണ്ട. അവർക്കത് കഴിഞ്ഞു, നിസ്കാരം കഴിഞ്ഞു, ദുആ ചെയ്തു, അൽഹംദുലില്ലാ, തക്ബീർ ചൊല്ലുക, പോവുക. തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. എപ്പോൾ മുതൽ അത് തുടങ്ങുക? മിൻ സുബഹി യൗമി അറഫത ഇലാ അസ്രി ആഖിരി അയ്യാമി തശ്രീഖ്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ എപ്പോൾ? അറഫാ ദിവസത്തെ സുബഹി മുതൽ, അഥവാ നമുക്ക് അറഫ വരുന്നത് പെരുന്നാളിൻ്റെ തലേ ദിവസം അഥവാ വരുന്ന ഞായറാഴ്ചയാണ്. ആ ഞായറാഴ്ച ദിവസം സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ തക്ബീർ ചൊല്ലി തുടങ്ങണം. എപ്പോൾ വരെയാണത്? 11, 12, 13, 13ൻ്റെ അഥവാ 20-ാം തീയതി അസർ നിസ്കാരം കഴിഞ്ഞ ഉടനെ വരെയാണ്. ഈ വർഷത്തെയാണ് പറയുന്നത് കേട്ടോ. ജൂൺ മാസം 2024 ഈ പറയുന്നത്. കാരണം ലൈവ് ഉള്ളതുകൊണ്ട് 10 കൊല്ലം കഴിഞ്ഞ് കേട്ടിട്ട് 20-ാം തീയതി എന്ന് പറഞ്ഞ് തക്ബീർ എലിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ 10 ദിവസം കഴിയും. അതുകൊണ്ടാണ് ഈ പറയുന്നത്. 2024 നമ്മൾ ഈ വാദം നടക്കുന്നത്. അതുകൊണ്ട് ഈ വർഷം ഇംഗ്ലീഷാണ് പറയുന്നത്. ജൂൺ മാസം 20-ാം തീയതി അസർ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ വരെ തക്ബീർ ചൊല്ലാം. അതൊക്കെ നമുക്ക് പള്ളിയിൽ ചെല്ലുന്നതാണ്. ഇത് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയാൽ ഉടനെയാണ് തക്ബീർ ചൊല്ലേണ്ടത്. മുഖയ്യതാണ്. നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ തക്ബീർ ആദ്യം വരണം. മറ്റു സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹ് ദിക്റൊക്കെ അതിന് ശേഷമാണ്. മയ്യത്ത് നിസ്കരിച്ച് കഴിഞ്ഞാൽ ഉടനെ തക്ബീർ സുന്നത്തുണ്ട്. മാറെ പേര് പറയാത്തതുകൊണ്ട് അമ്മാര് പോവാ കേട്ടോ. കരിച്ചു പോവാൻ തോന്നുന്നു. ടാറ്റ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ശ്രദ്ധിക്കും. പെരുന്നാൾ നിസ്കാരത്തിൻ്റെതാകുന്ന രാത്രിയിൽ, തലേ രാത്രി, ആ രാത്രിയിൽ മഗ്രിബ് മുതൽക്ക് പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി വന്ന് ഇമാമ തക്ബീർ കെട്ടുന്നത് വരെ ജമാഅത്തായി നിസ്കരിക്കുന്നവർക്കും ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവർ അവരുടെ ആദ്യത്തെ തക്ബീർ വരെയും സമയം. ഇത്രയും പേരുള്ളോ? പാടച്ചറാബ്. അപ്പം ഇവിടെ ഒരു വാത് വേണം. ഉളിയത്ത് തന്നെ പറഞ്ഞാൽ മതിയായിരുന്നു. അല്ലാഹുവേ, ഉളിയത്തിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ നിസ്സാരമാണ്. 10 മിനിറ്റ് കൂടി ഇരിക്കൂലേ? നിങ്ങൾ ഇരിക്കുമോ? 10 മിനിറ്റ് കൊണ്ട് 1-2 കാര്യം പറഞ്ഞു തരാം. ഷെയർ ചേരാൻ പറ്റുമെങ്കിൽ വേഗം ചേർന്നോ. ഇതാ കേട്ടോ. ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്. വേണോ? ഉളിയത്ത് ഷെയർ കയറേണ്ടി വരും. അടുത്തൊരു കൊല്ലം നല്ല റാഹത്തായി സമ്പത്ത് വേണോ? ഉളിയത്ത് ചേരണം. അതൊക്കെ പഠിപ്പിച്ചു തരാം. അതാ കേട്ടോ. ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ചെറിയ പെരുന്നാൾ കഴിഞ്ഞത് മുതൽക്ക് ഇപ്പോൾ ഇതുവരെയുള്ള വെള്ളിയാഴ്ച ജുമയ്ക്ക് സംസാരിച്ചുകൊണ്ട് വരുന്ന വിഷയം തന്നെ ഉളഹിയത്താണ്. തീർന്നിട്ടില്ല. ഇങ്ങനെ ഡസൻ കണക്കിന് ആയത്തോ ദിവസമുണ്ട്. തിരമാല കണക്കെ മനസ്സിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ചർച്ച തീർന്നിട്ടില്ല ഇതുവരെ. കാരണം അത്രയേറെ പറയാനുണ്ട് അതിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും. ആ കേട്ടോ, 1-2 എണ്ണം കേട്ടോ. ഹദീസ് ശ്രദ്ധിക്കണേ. ചായ കുടിക്കുന്നതിനിടെ വിട്ടുപോകരുത്. ഇവിടെ കേട്ടോ.
قال رسول الله صلى الله عليه وسلم നബിയന رسول الله صلى الله عليه وسلم തങ്ങൾ ഉറപ്പെടുത്തുകയാണ് من وجد سعة لأن يضحي فلم يضحي فلا يقربن مصلانا. ബലിപെരുന്നാൾ സുദിനത്തിൽ പവിത്രമായ ഉളഹിയ്യത്തിന് കഴിവുണ്ടായിട്ട് അതിന് ഷെയർ ചേരാനുള്ള കഴിവെങ്കിലും ഉണ്ടായിട്ട് അതിനുവേണ്ടി തയ്യാറാകാത്ത മുസൽമാന്മാരുണ്ടോ? മൻ വജദ സഅതൻ ലിഅൻ യുളഹിയ, ഉളഹിയ്യത്ത് അറക്കാൻ കഴിവുണ്ടാകുന്ന മുസ്ലിമേ മുസ്ലിമത്തേ, ഫലം യുളഹി, അവൻ ഉളഹിയ്യത്ത് അറത്തിട്ടില്ല എങ്കിൽ, അതിനു വേണ്ടി തയ്യാറായിട്ടില്ല എങ്കിൽ, ഫലായ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അവൻ പെരുന്നാൾ നമസ്കരിക്കാൻ അത്തർ തേച്ചു കുളിച്ച് പള്ളിയിലേക്ക് വരേണ്ടതില്ല. അവനെ നമസ്കരിക്കാൻ പള്ളിയിലേക്ക് വരരുത്. ഈ ഹദീസ് വിശദീകരിച്ചിട്ട് ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു പറയുകയാ, ഹനഫി മദ്ഹബിൽ ശക്തിമത്തായ നിർബന്ധമാണ് ബലികർമ്മമെന്ന് അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു. ഈ ഹദീസ് വിശദീകരിച്ചിട്ട് ഒരു മദ്ഹബിന്റെ ഇമാം ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു ഹനഫികളോട് പറയുന്നു, നിർബന്ധമാണ്, നിങ്ങൾക്ക് ഉളഹിയ്യത്ത് അറക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞ ഹദീസ് എന്ന മൻ വജദ സഅതൻ ലിഅൻ യുളഹിയ, ഉളഹിയ്യത്ത് എന്ന് പറയുന്ന അതിശ്രേഷ്ഠമാക്കപ്പെട്ട കർമ്മം നടത്താൻ ആർക്കെങ്കിലും കഴിവുണ്ടായിട്ട് ഫലം യുളഹി, അതിനവൻ ചെയ്തിട്ടില്ല, അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടില്ല എങ്കിൽ ഫലാ യഖ്റബന്ന മുസല്ലാന, നമ്മുടെ മുസല്ലയിലേക്ക് അഥവാ നിസ്കരിക്കാൻ വേണ്ടി എന്നോടൊപ്പം വന്ന് കൂടണ്ട എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതിശക്തിമത്തായ സുന്നത്താണ് ഷാഫി മദ്ഹബിൽ, നമ്മുടെ മദ്ഹബിൽ ശക്തിമത്തായ സുന്നത്താണ്, അതിശക്തിമത്തായ സുന്നത്ത്. ആർക്കാ ഇത് ചെയ്യേണ്ടത്? എന്നാ ഇത് നടത്തേണ്ടത്? എന്നാ ബലികർമ്മം പെരുന്നാളിൻ്റെ സുദിനം. ആ പെരുന്നാളിൻ്റെ സുദിനത്തിൽ സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും പവിത്രമാക്കപ്പെട്ടതാകുന്ന പെരുന്നാൾ നിസ്കാരം, അതിൻ്റെ 2 ഹുതുബയും വളരെ ഷോർട്ടായി കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ മുതൽക്ക് അതിൻ്റെ സമയം പ്രവേശിച്ചു. ഏതുവരെ നടത്താം? 10-നാണല്ലോ, അറബി മാസം 10 ദുൽഹിജ്ജ, 10 പെരുന്നാൾ. 11, 12, 13 അതിന് പറയുന്ന പേരാണ് അയ്യാമുത്ത് തശ്രീഖ്. 13-ൻ്റെ അന്ന് മഗ്രിബ് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് വരെ അറവ് നടത്താം. പെരുന്നാളിന് അന്ന് തന്നെ ചെയ്യണമെന്നില്ല. ചില ആളുകൾക്ക് അന്ന് ചെയ്യാൻ വലിയ മടിയാണ്. അതുകൊണ്ടാണ് ചിലരൊക്കെ ഷെയർ ചേരാത്ത. കാരണം കോട്ടോ സൂട്ടോ ഒക്കെ ഇട്ട് ഹാജിയാർക്ക് നടക്കണം. ഹാജിയാർ നടന്നു, എന്നിട്ട് 11-ന് നടത്തിക്കോ, അന്നും പറ്റുന്നില്ലേ, 12-ന് നടത്ത്, അന്നും പറ്റുന്നില്ലേ, 13-ന് മഗ്രിബിന് മുമ്പ് അറവ് നടന്നാൽ മതി, വിതരണം പിന്നെ ആയാലും മതി. മഗ്രിബിന് തൊട്ട് മുമ്പ് നിയ്യത്ത് വെച്ച് ഉളഹിയ്യത്ത് എന്ന നിയ്യത്ത് വെച്ച് അറവ് നടത്തുന്നതാണ് എന്ത്? ഉളഹിയ്യത്താവുക. എന്താണ് ഇതിൻ്റെ മഹത്വം? ചെയ്താൽ കിട്ടുന്ന കൂലി എന്താ? ഇതാ 1-2 എണ്ണം പറഞ്ഞുതരാം, ശരിക്കും ശ്രദ്ധിക്കണേ. ശത്രുക്കളുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? ശത്രുക്കളുള്ളവരൊന്ന് കൈ ഉയർത്തിക്കുക നോക്കട്ടെ. ഏതെങ്കിലും വിധേനെ, അയൽവക്കത്തായിക്കോട്ടെ, നാട്ടുകാരാകട്ടെ, ബന്ധുക്കളാകട്ടെ, അല്ലാതായിക്കോട്ടെ, ശത്രുക്കളുള്ളവരൊന്നും എത്ര പേരുണ്ട്? അപ്പം ആരും കൈ ഉയർത്തുന്നില്ല, എല്ലാവർക്കും ഒരു മടി. കൈ ഉയർത്താനാണ് ഇരിക്കുന്നത്, എല്ലാവർക്കും ഉയർത്തണം ഉസ്താദ്, ആയിക്കോട്ടെ. ശത്രുക്കളില്ലാത്ത ആരുമില്ല, എല്ലാവർക്കും ഉണ്ടാവും ശത്രുക്കൾ. കുടുംബത്തിലുണ്ടാവും, അയൽവക്കത്തുണ്ടാവും, സമൂഹത്തിലുണ്ടാവും, സമുദായത്തിലുണ്ടാവും, അല്ലാതെയൊക്കെ ഉണ്ടാവും. ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം ഉളഹിയ്യത്ത് കൊണ്ട്. പരിശുദ്ധ ഖുർആൻ بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ കൗസറിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, നബിയേ തങ്ങൾക്ക് പരിശുദ്ധമായ ഹൗദുൽ കൗസറിനെ നാം നൽകിയിരിക്കുന്നു. ഇന്നാ അഅ്തൈനാകൽ കൗസർ. അൽ കൗസറിന്റെ അർത്ഥം ഉലമാക്കൾ ധാരാളം പറയുകയാണ്. അതിൽ ഒന്നാണ് ഹൗദുൽ കൗസർ നൽകിയിരിക്കുന്നു, മറ്റൊന്നാണ് അൽ ഖൈറുൽ കസീർ, ധാരാളം അധികരിച്ചതാകുന്ന അനുഗ്രഹങ്ങളെ കൊണ്ട് അല്ലാഹു നിങ്ങളെ ബറക്കത്തുള്ളതാക്കിയിരിക്കുന്നു.
നമുക്ക് നൽകിയിട്ടില്ലേ? വീട്, വാഹനം, മക്കൾ, സന്താനങ്ങൾ, സമ്പാദ്യം അള്ളാഹു ധാരാളം നൽകി. പെരുന്നാളിന്റെ സുദിനത്തിൽ അവനും അവന്റെ ആശ്രിതരായ ആളുകൾക്കും ചെലവ് കഴിച്ചിട്ട് മിച്ചം ഉളഹിയത്തറക്കാനുള്ള ഒരു മൃഗത്തിന് ശേഷിയുള്ളവൻ ഒരു മൃഗത്തെ തന്നെ അറക്കണം. അതിന് ശേഷിയില്ല, ഒരു ഷെയർ ചേരാനേ ഉള്ളൂ. 10,000 രൂപയാണ് ഷെയർ. ഉദാഹരണം പറയാൻ, ഇവിടെ ഇപ്പൊ എത്രയാ നാട്ടില്? 12,000 രൂപയാണ് ഷെയർ. ഈ 12,000 രൂപയാണ് ഷെയർ. അത് കൊടുക്കാൻ ശേഷിയുള്ളവൻ. ആരാ ശേഷിയുള്ളവൻ എന്ന് പറഞ്ഞാൽ ആരാ? പെരുന്നാളിന്റെ സുദിനത്തിൽ അവനും അവൻ്റെതാകുന്ന ഭാര്യ, മക്കൾ, അവൻ ചെലവ് കൊടുക്കേണ്ടതാകുന്ന ആളുകൾക്കുള്ള ഭക്ഷണം, പാർപ്പിടം, അവരുടെ ആ ഒരു ദിവസത്തെ ചെലവ് കഴിച്ചിട്ട് മിച്ചം 12,000 രൂപ എടുക്കാനുണ്ടോ? ഉളഹിയത്തറക്കൽ ശക്തിമത്തായ സുന്നത്താണ്. അങ്ങനെ ഇല്ലാത്ത ആരവിടെ ഉള്ളത്? പറയും, നിങ്ങൾ പറയും. 12,000 എടുക്കാനില്ലേ? അല്ലാ, ഇഷ്ടം പോലെ ഉണ്ട്. എത്ര 12,000 വേണം? ശക്തിമത്തായ സുന്നത്ത് ഇന്ന് വരെ ജീവിതത്തിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി ഒരു വട്ടെങ്കിലും ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കും. ഖുർആൻ പറയുന്നു, അധികരിച്ച ഹൈറുകൾ അല്ലാഹു നിങ്ങൾക്ക് നൽകി. അതിന്റെ പേരിൽ ഫസല്ലി, നിങ്ങൾ പെരുന്നാൾ നിസ്കരിക്കണം. വൻഹർ, നിങ്ങൾ ബലിദാനം നടത്തണം. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്താണ്. ആ സൂറത്തിൽ അല്ലാഹു പ്രതിപാദിക്കുന്നത് ബലിപെരുന്നാളിന്റെ സുദിനത്തിൽ ചെയ്യേണ്ട സുഹൃതത്തെ പറ്റിയാണ്. ഫസല്ലി എന്ന് പറഞ്ഞാൽ എന്ത് നിസ്കാരമാണത്? പെരുന്നാൾ നിസ്കരിക്കണം. ആണും പെണ്ണും നിസ്കരിക്കണം. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ശക്തിമത്തായ സുന്നത്താണ്. വൻഹർ, പുരുഷനും സ്ത്രീയും രണ്ടുപേരും അവർക്ക് വേണ്ടി അറവ് നടത്തണം. ഓരോരുത്തരും അവനവന്റെ സ്വന്തം ശരീരത്തിന് വേണ്ടി അറവ് നടത്തണം. വൻഹർ, അറവ് നടത്തണം. പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, അധികരിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി അറവ് നടത്തുന്ന മുസ്ലിമേ, അള്ളാഹു നിനക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുന്നതാണ്. നിങ്ങൾ എന്നോട് നന്ദി പ്രകാശിപ്പിച്ചാൽ നിങ്ങൾക്ക് നാം അധികരിപ്പിക്കുമേ. വലയം കഫറത്തും, നിങ്ങൾ എന്നോട് നന്ദി നിഷേധം കാണിച്ചാൽ, നീതി നിഷേധം കാണിച്ചാൽ, നന്ദികേട് കാണിക്കുന്നവരായാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയില്ലേ. വളവറ ജമാഅത്തിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ വർണ്ണനാതീതമാണ്. കണ്ണിനും കാതിനും ശരീരത്തിന്റെ സർവ്വ അവയവങ്ങൾക്കും ശേഷി നൽകിയതാകുന്ന നാഥനോട് എത്രയാണ് നമ്മൾ കടമപ്പെട്ടിരിക്കുന്നത്. സമ്പാദ്യം അല്ലാഹു നമുക്ക് കൈവള്ളയിൽ നൽകിയില്ലയോ? നല്ല ഒരു ഇണയെ, തുണയെ അല്ലാഹു സമ്മാനിച്ചില്ലേ? സന്താനങ്ങളെ അല്ലാഹു നമുക്ക് നൽകിയില്ലേ? ഹൈറായ ജീവിത മാർഗങ്ങൾ അല്ലാഹു അടുപ്പിച്ച് നൽകിയില്ലേ? അത് നിലനിൽക്കാൻ അല്ലാഹുവിനോട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ബലിദാനം നടത്തണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ആ ബലിദാനം നീ നടത്തലിലൂടെ നിനക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിലനിൽക്കുമെന്ന് മാത്രമല്ല, നിന്നോട് പിണക്കം വെച്ച്, വിദ്വേഷം വെച്ച് നിലകൊള്ളുന്നതായ ലോകത്ത് ഏതെല്ലാം ശത്രുക്കളുണ്ടോ അവർ തകരാനുള്ളതാണ്. അവർ തകർന്നടിയാൻ പോയാണ്. നിനക്കെതിരെ യുദ്ധത്തിന്റെ ഒളിമങ്ങാത്ത പ്രവർത്തനം നടത്തിയവർ, നീ അറിയാതെ തന്നെ നിനക്കെതിരെ ആരെല്ലാം ഏതെല്ലാം നിലയ്ക്ക് കടന്നു വന്നവരുണ്ടോ അവരെല്ലാം തകർന്നടിയുമേ. ഇന്ന ശാനിഅക ഹുവൽ അബ്തറു. നിന്നോട് പിണക്കം വെച്ചവർ തകർന്നടിയുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. നിനക്കല്ലാഹു സമ്പത്തും സമ്പാദ്യവും വർദ്ധിപ്പിക്കാൻ കാരണമാണ് നീ ഉളഹിയത്തറക്കൽ. നിനക്ക്